Divi boy is very sad because he's leaving me and going to Luxembourg with his friends to think of me all the time. ഡ്രൈവ് ചെയ്യുമ്പോഴും അവിടെ നമ്മളൊക്കെ മറ്റേ ബാക്കിൽ റൊമാൻറ്റിക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തില്ല ഇതിനെ ഫുൾ മിസ്സിങ് അല്ല. പക്ഷെ ഞാൻ ഭയങ്കര സാഡാണ് കേട്ടോ. ഉമ്മ എന്നൊന്നും ഒതുക്കണ്ട കൊല്ലാ. എന്നൽ ഫാമിലിയുടെ ബോയ്സ് ഗാങ് എല്ലാവരും കൂടിയിട്ട് ഒരു ബോയ്സ് ട്രിപ്പിന് പോയിരിക്കുകയാണ് ലക്സംബർഗ് ട്ടോ. ദിബിൻ, ബിൻചാട്ടൻ, വിഷ്ണു, സനി, പ്രദു, എല്ലാവരും പേര് പറഞ്ഞു, രജി. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് അവരെല്ലാവരും പോയത്. ഉച്ചയ്ക്ക് ദിബിൻ പോയതിൻ്റെ ഒരു സങ്കടമാണോ എൻ്റെ മുഖത്ത്. അങ്ങോട്ട് ഉഷാർ അങ്ങോട്ട് വരുന്നില്ല. ഐ മിസ് ഹിം സോ മച്ച്. ചിലയും കൂടെ ഒച്ച കേട്ടോ. എന്തിനാ ചിലങ്കൊക്കെ ഇട്ടിക്കണമെന്ന് ഞാൻ പറയാം, വ്ളോഗിൽ വഴിക്ക് പറയാം. പക്ഷെ ബിഫോർ ദാറ്റ് ഗൈസ്, ഹലോ, ഇറ്റ്സ് ബീൻ ലോങ്. നമ്മൾ കണ്ടിട്ട് ഏകദേശം 2 മാസമായിട്ടുണ്ടാവില്ലേ. ലോങ് വ്ളോഗ്സ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ല, അധികം പോസ്റ്റ് ചെയ്യാൻ തോന്നാറില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അമ്മോട് ഇന്നലെ സംസാരിച്ചപ്പോൾ കുറച്ച് മോട്ടിവേഷൻ അമ്മ തന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വ്ളോഗ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. യു ഗൈസ് നോ ഐ ഹാവ് ദിസ് പീക്സ്, പോസ്റ്റിംഗ് പീക്സ് ആൻഡ് നോൺ പോസ്റ്റിംഗ് പീക്സ്. അപ്പോൾ റീൽസും ഷോർട്സും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ലോങ് വീഡിയോ സംഭവം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എഡിറ്റിംഗ്, ഡോണ്ട് ഫീൽ ലൈക്ക് പോസ്റ്റിംഗ്. അപ്പം നമ്മുടെ വ്ളോഗ് ഇന്ന് ഫ്രൈഡേ ആണ് തുടങ്ങുന്നത്. ഫ്രൈഡേ ഇന്ന് ദിബിൻ ഹാഫ് ഡേ എടുത്തിരിക്കുകയാണ് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിൻ്റെ മുന്നേ ശിവനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാണ്ട്. ബിക്കോസ് ശിവൻ്റെ സ്കൂൾ സ്റ്റിൽ 3 o'clock. ശിവനോട് ബൈ ബൈ പറഞ്ഞിട്ടാണ് അത്ര ദിബിക്ക് പോകേണ്ടത്. കുട്ടികള് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോണ പോലെ ഫീലൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോയ്സ് ഇങ്ങനെ ബോയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണതും ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണതും അടിച്ചു പൊളിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിഷമം ഇതിപ്പം പോണേൻ്റെ അല്ല, ഇതിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് ആണ്. മിസ്സിങ് സ്വാഭാവികം, അതെന്തായാലും ഉണ്ടാവില്ലേ. അല്ല പിന്നെ hello boys, how was your school? Good. High five Alaric, high five Shiv. Shivi Achaji is going to Luxembourg. Oh my god. അച്ഛൻ പോണേന് ഹഗ് കൊടുക്കാണ് 2 പേര് കേട്ടോ. വരൂ, അച്ഛൻ വീട്ടിൽ വന്നിട്ടേ പോണുള്ളൂ. വരൂ വീട്ടിൽ വന്നിട്ട് അച്ഛൻ പോണുള്ളൂ. വരൂ. അമ്മറായണ്ട് ഈച്ചക്കാലായണ്ടാണ് ഈച്ച. ഇതാരുടെ ഈച്ചയാണ്? ഇലക്ട്രിക്. ഓക്കെ. Wait you. Yes. Bye. Bye, baby. See you soon. See you. Bye, Rick. Here is your bag. Achodi. Yeah. Bye. Bye, Guguji. അച്ഛോ, മിസ്സായിട്ട് പാടില്ലട്ടോ ഒരാൾക്ക്. വരൂടെ അച്ഛൻ ഓടി വരും കേട്ടോ. പാവട്ടെ തന്നെ. സ്ഥലം അച്ഛൻ വരും 2 days കേട്ടോ. നോ വറീസ്. കം. അമ്മല്ലേ അമ്മി ഫണ്ണാക്കാട്ടോ. ഓക്കെ. നമ്മൾ അച്ഛനോട് ഹാപ്പി ആയിട്ടല്ലേ ബൈ ബൈ പറയണ. ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരുമെന്ന് പറയൂ. കൊഞ്ച് മതിയാവണല്ലോ ഈ വീട്ടില്. അച്ഛൻ അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയൂ. ശിവന് ബിഗായിട്ട് ഇതേപോലെ ട്രിപ്സ് പോണ്ടേ ഫ്രണ്ട്സിന്റെ കൂടെ?
അച്ഛ 2 days വരൂടി ഇങ്ങോട്ട്. ഓക്കെ, വേഗം വരും അച്ഛൻ. അല്ലാടി അതിന് അങ്ങനെയൊന്നും മനസ്സിലായിട്ട് പോയിരുന്നു. Have fun, Uma. ഷിബിന്റെ ഒരു കാര്യം, ഷിബിൻ അയ്യോ എന്തൊക്കെ. ഈ ബച്ചാസ് ആൻഡ് അച്ഛൻ ബോൺസ് ആർ സോ പ്രഷ്യസ് അല്ലേ. ഞാൻ ചെറുകുട്ടിയാകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ എവിടെയെങ്കിലും പോയാൽ എനിക്ക് സങ്കടമാണ്, പിന്നെ പനി പിടിക്കലാണ്. കഴിക്കൂ. എനിക്കറിയോ മഴ കാരണം സോക്സ് നനഞ്ഞു. ആണോ? ഡ്രൈ ആയിക്കോളൂ സണ്ണല്ലേ. എൻജോയ്. ഓക്കെ അലാറക്ക്, ഇസ് ഇറ്റ് ലെക്കർ? യമ്മി? ഓക്കെ. ഒന്നുകൂടി ഇതൊരു മഴക്കാറുള്ള ദിവസമാണ് കേട്ടോ. കണ്ടോ, ഫുൾ മഴ. പുറത്തു പോയി കളിക്കാന്ന് വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ. ഞാൻ പറഞ്ഞ് നാക്കെടുത്തില്ല. മഴ മഴ ഫുൾ മഴ, മഴ. നെതർലാൻഡ്സ്. ഓ നൈസ്. Lift both of them atmosphere. That is a light above the atmosphere. നമ്മുടെ ഗ്രഗ് വീട്ടിൽ വന്നപ്പോൾ ശിവന് കൊടുത്ത ഗിഫ്റ്റാണ് മെക്ലാരൻ്റെ ലെഗോ കാർ. ലെഗോ പ്രാന്തനാണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഗിഫ്റ്റ്. നിങ്ങൾക്കറിയാലോ ഇവിടെ ഒരു പ്ലേ ഡേറ്റ് കൾച്ചർ ഉണ്ട്. അതായത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കളിക്കാൻ പോകണമെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഡേ ആണ് കേട്ടോ, പ്ലേ ഡേറ്റ് ഡേ. എനിക്ക് വീട്ടിൽ കുട്ടികൾ വന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കൂടെ കളിക്കുമ്പോഴാണ് ഭയങ്കര രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ഡേറ്റ്സ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇത് വൺ സച്ച് ഡേ ആണ്. റേസിംഗ് കാർ? ഓ, റെഡ് ബുളിൻ്റെ റേസിംഗ് കാർ. ഓക്കെ, ശിവണ്ടാക്കി കഴിഞ്ഞു. അലാറയ്ക്ക് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇത് വെച്ചിപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കാനുള്ള പ്ലാനാണോ? കളിച്ചോളൂ. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ കുറച്ച് യോഗ ചെയ്തിട്ട് പറ്റും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ വന്നു. മീൻവെൽ ദിവം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിവം പറഞ്ഞു അവരെല്ലാവരും നെതർലാൻഡ്സ് ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡിന്നർ കഴിച്ചിട്ട് ഫെർദർ ഡ്രൈവ് ചെയ്യാനും പ്ലാൻ. അപ്പോൾ ഒരു ലക്സംബർഗ് എത്താൻ ഇനി ഒരു 2.5 മണിക്കൂറും കൂടി ഉണ്ട് ഇപ്പോൾ. എന്നിട്ട് അവർക്ക് ഓരോ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അവരങ്ങനെ പോവും. എൻ്റെ പ്ലാൻ പ്രകാരം ഞാൻ കുളിച്ചതിന് ശേഷം യോഗ ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഗിൽട്ടൊക്കെ പുറത്തു വന്നത്. കാരണം ഞാനൊരു ഓൺലൈൻ ഭരതനാട്യം കോഴ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പഠിപ്പിച്ച് നമ്മുടെ ടീച്ചർ എവിടെയോ എത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ഒരു പെർഫോമൻസ് ഉണ്ട്. അതിന് വേണ്ടി പ്രപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഡാൻസ് ഒട്ടും പഠിക്കാത്തതുകൊണ്ട് ചെറുതായി ചിലങ്ങോട്ടൊക്കെ കേൾക്കണ്ടോ. എനിക്ക് തോന്നി ചിലങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു മോട്ടിവേഷന് വേണ്ടി ചിലങ്ങ് ശരിക്കും പ്രാക്ടീസിന് ഇടുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചിലങ്ങൊക്കെ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചെങ്കിലും പ്രസൻറ്റബിൾ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാനിവിടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഡാൻസറേ അല്ല, പക്ക ബിഗിനറാണ്. പക്ഷെ വളരെ ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് നന്നായി ഡാൻസ് കളിക്കണമെന്ന്. അതുകൊണ്ട് എഫേർട്ട് ഇടാൻ ഞാൻ റെഡിയാണ്. ഇപ്പോൾ കണ്ടോ, ഫോമും പോസ്ചറും ഒന്നും ശരിയല്ല, പക്ഷെ ശരിയാക്കി എടുക്കാം. ഇത്രയ്ക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടാണ്. ഇതിനെ പഠിച്ചെടുക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇനി കുറച്ച് യോഗ സ്ട്രെച്ചസ് ചെയ്തിട്ട് താഴെ പോയിട്ട് ഡിന്നർ കഴിക്കണം. ശിവ വിളിക്കുന്നത് എന്താ കണ്ണാ ഇതാ വരുന്നമ്മ. ദീപി പോയി വീട്ടിലില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ആകെ മൊത്തം ഒരു ശാന്തതയും ഒരു ഡൾനെസ് പോലേക്കൊക്കെ വെറുതെ കൊണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടന്നുറങ്ങിയിട്ടോ. ശിവ സ്ലീപ്പ് മാസ്ക് ഇട്ടതാണത്. രാവിലെ നല്ല തിരക്കുള്ള ഡേ ആണ് സാറ്റർഡേ. ശിവ ഇപ്പോൾ എല്ലാ സാറ്റർഡേ രാവിലെ ഫുട്ബോൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. നെതർലാൻഡ്സ് ഒരു ഫുട്ബോൾ ലവേഴ്സിൻ്റെ കൺട്രി ആണല്ലോ. ഇപ്പോൾ ഇവിടെ ഫുട്ബോൾ നാട്ടിലെ ക്രിക്കറ്റ് പോലെയാണ്. അത്രയും പ്രാന്താണ് ഇവിടെ ഫുട്ബോൾ എല്ലാവർക്കും. അപ്പോൾ ശിവന് ഇൻട്രസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ശിവനെ ഫുട്ബോൾ ട്രെയിനിങ്ങിന്
ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ പോണതിന് മുമ്പ് ഇന്നും രാവിലെ ശിവേട്ടമാസ് മില്ലറ്റ് ഷേക്കാണ് കുടിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഒന്നുമില്ല, മില്ലറ്റ് പൊടി, ബനാന, ആൽമണ്ട് മിൽക്ക്, നട്ട്സ് പൗഡർ. ഗൈസ്, നമ്മൾ രാവിലെ എണീച്ചു. ഇനി ശിവൻ്റെ ഫുട്ബോൾ പരിപാടിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ, ഗുഡ് ബോയ് ആയിട്ട് രാവിലെ തന്നെ. റിയൽ മാഡ്രിഡ് ഇട്ടിട്ടാണ് നമ്മളിന്ന് പോണത്. ടുഡേ ശിവ് ഇസ് എംബാപ്പേ, മിനി എംബാപ്പേ അല്ലേ. അപ്പോൾ ശിബിബി പെട്ടെന്ന് ഷേക്ക് കുടി നോക്കണം. അമ്മ റെഡി ആയിട്ട് വരട്ടെ. മെക്ലാറൻ തരാം, ഓക്കെ. അപ്പോൾ അതെ, ഞാൻ ഓടിപ്പോയി റെഡി ആവട്ടെ. സി ഐ എം സ്റ്റിൽ ഇൻ മൈ ഹൗസ് ക്ലോത്ത്സ്. പോയി റെഡി ആവട്ടെ. നമ്മുടെ എല്ലാ സാറ്റർഡേ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ ഏകദേശം 8:30 മണിയാണ് സമയം. നമ്മൾ നേരെ പോണത് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാണ്. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പോണ വഴിയൊക്കെ ഭയങ്കര സീനിക്കായിട്ട് നല്ലൊരു അമേസിങ് വാക്കാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ഡിലേഡ് ആയതുകൊണ്ട് ഒരു ഓട്ടമായി പോയി വാക്കിന് പകരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവനെ കൊണ്ട് ഫുട്ബോളിന് വരാൻ, എസ്പെഷ്യലി ബിക്കോസ് ഹി ലവ്സ് ഫുട്ബോൾ സോ മച്ച്. ശിവൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹരം ഫുട്ബോൾ ട്രിക്ക് പഠിക്കുക, എന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാം. അപ്പം അന്ന് പഠിപ്പിച്ചു തരാൻ മുണ്ട് കേട്ടോ കൂട്ടോ. നമ്മുടെ ഫുട്ബോൾ ക്ലബ്സ് അനുസരിച്ച് ഓരോ ഏജ് ഗ്രൂപ്പ് ഉണ്ട് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഈ ക്ലബ്ബിൽ 4.5 വയസ്സ് മുതൽ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. ശിവ ആ പ്രായത്തിലൊന്നും അത്ര ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാത്തതുകൊണ്ട് നമ്മളപ്പോൾ ചേർത്തിയില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ശിവനൊരു ഫുട്ബോൾ ക്രേസ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കണ്ണാ പഠിക്കണോ ചോദിച്ചു. അവൻ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എൻറോൾ ചെയ്തു കേട്ടോ. ആംസ്റ്റർഡാം ഫുട്ബോൾ ക്ലബ് ഒരു വോളണ്ടിയർ ഓർഗനൈസേഷനാണ്. പാരൻസും ട്രെയിനേഴ്സും എല്ലാവരും കൂടി കൊണ്ട് നടക്കുന്ന ഒരു അടിപൊളി ഫുട്ബോൾ ക്ലബ്ബാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇസ് മസ്റ്റ്. ട്രെയിൻ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ കുട്ടികൾക്ക് തന്നെ ട്രെയിനിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ പാരൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പാരൻസിൻ്റെ റോള്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇൻഫോ സെഷൻ ആയിരുന്നു. അതായത് ശിവന് അടുത്ത കൊല്ലം 8 വയസ്സാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ട്രെയിനിങ് അല്ല പിന്നെ ശിവനുള്ളത്. പിന്നത്തെ സ്ട്രക്ചർ പറഞ്ഞാൽ മൺഡേ വെനസ്ഡേ ട്രെയിനിങ്ങും സാറ്റർഡേ മാച്ചാണ്. ഒരു മാച്ച് ഹോം ക്ലബ്ബിൽ, ഒരു മാച്ച് പുറത്ത് ക്ലബ്ബിൽ. ശരിക്കും 5, 6, 7, 8 ഈ പ്രായമുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ അല്ലാതെ വേറെ കുറേ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഫുട്ബോളിന് വേണ്ടി മാറ്റി വയ്ക്കുക പറഞ്ഞാൽ ഭയങ്കര ഹെവി ഡ്യൂട്ടി ടാസ്ക്കാണ്. അതുകൊണ്ട് പാരൻസിനോട് ഇതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഇൻഫോ സെഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ക്ലബ്ബിൽ ഫുട്ബോൾ മാത്രമല്ല, ഹോക്കി, ടെന്നീസ്, ഹോഴ്സ് റൈഡിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓരോ കുട്ടികളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഇവൻറ്റിന് ചേരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രെയിനർ അവിടെ ഏട്ടന്മാരല്ലേ ദൂരല്ല ഏട്ടന്മാരാണ് നമ്മളെ പഠിപ്പിച്ച്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഒന്നും കൂടെ ചെയ്യണം. ശിവവും പറഞ്ഞു അത്രയും അത്ര പറയുന്ന ഏട്ടന്മാര് പഠിപ്പിച്ചത് സൂപ്പർ. ഒരു റൗണ്ടില് 1v1 ജയിച്ചു, മറ്റേ റൗണ്ടില് 2v2 തോറ്റു. ഒരു മാച്ച് ജയിച്ചു, 1 തോറ്റു അല്ലേ. ഫണ്ണായിരുന്നില്ലേ? അതാണ് ഇമ്പോർട്ടൻറ്റ്. യെസ്, വീട്ടിൽ പോവാം നമുക്ക്. ഇനി ശിവന് മ്യൂസിക് ക്ലാസ് ഉണ്ട്, എനിക്ക് ജിമ്മുണ്ട്. ചൂടെടുക്കണ്ടോ? ഓക്കെ. ഫുട്ബോൾ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത റുട്ടീനാണ് മ്യൂസിക് ക്ലാസ് പോവുക. ശിവ് കർണാട്ടിക് മ്യൂസിക് പഠിക്കണ്ടേ, അപ്പോൾ അതിനൊന്നും ശിവനെ കൊണ്ടാക്കണം. എനിക്ക് ലൈസൻസിൻ്റെ എക്സ്പയർ ആയതുകൊണ്ട് ഞാൻ മാംസിനെ വിളിച്ചിട്ടുണ്ട് ശിവനെ കൊണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ മാംസ് വീട്ടിൽ വരുന്നുണ്ടാവും. അതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കണം. ആ ഗ്യാപ്പിൽ എനിക്കൊന്ന് ജിമ്മിൽ പോകണം. ഭയങ്കര ബിസി ആക്റ്റീവായൊരു ഡേ ആണ്. ഫുഡിക്ക് ഒന്ന് നോക്കിക്കോളൂ കുട്ടി. ഇന്ന് അമ്മുവും അച്ചുവും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ജിമ്മൊക്കെ പോയി വന്നിട്ട് ഷോപ്പിംഗൊക്കെ ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. നമ്മൾ ഈവനിങ് ഇന്ന് ഗേൾസും കിഡ്സും എല്ലാവരും കൂടിയിട്ട് ഒരു ഈവനിങ് കോസി ഫൺ ടൈം. ഞാൻ ജിമ്മിൽ ഇപ്പോൾ റെഗുലറായി പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് മോർ എ ഡിസിപ്ലിൻ ആൻഡ് എ കൺസിസ്റ്റൻസി ഡ്രൈവ് ഫോർ മീ. വെയ്റ്റ് ലോസും അങ്ങനെ സ്പെസിഫിക് ഗോൾസൊക്കെ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓൾ മൈ ഗോൾ ഇസ് അറ്റ് ദിസ് പോയിൻറ്റ് ഡിസിപ്ലിൻ. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു 4 days ഡെഫിനറ്റ്ലി വർക്കൗട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. നമ്മൾ ബിസി ആയിട്ട് വർക്കിംഗ് ആയിട്ട് ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് ഇതൊക്കെ ചെയ്യണത് നല്ലതാണെങ്കിലും പലപ്പോഴും പലർക്കും സമയം കിട്ടാറില്ല കേട്ടോ. ആ എക്സ്ക്യൂസ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ മീ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ കൊല്ലം ഡിസൈഡ് ചെയ്തായിരുന്നു ഡിസിപ്ലിൻഡ് ആയിട്ട് ജിമ്മിൽ പോവും. ഇതുവരെ അത് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പോകാൻ സാധിക്കട്ടെ. പൊതുവെ ജിം സെഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെയാണ് യോഗ സ്ട്രെച്ചസ് ചെയ്യൽ പതിവ്. പക്ഷേ ഇന്ന് ശിവന് 1 മണിക്കൂറായിരുന്നു മ്യൂസിക് ക്ലാസ്. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ മാത്രം ജിമ്മിലുണ്ടായി. വീട്ടിൽ വന്നിട്ട് പിന്നെ യോഗ സ്ട്രെച്ചസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹംബിൾ യോഗ കോർണർ. ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഒരു സ്ഥലം എങ്ങനെയെങ്കിലും ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. ലൈക്ക് സോ ഓക്യുപ്പൈഡ് വിത്ത് അതർ തിങ്സ്. ഇത് എൻ്റെ മൈൻഡിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. എനിവേസ്, ഇന്ന് നമ്മൾ ജിമ്മിൽ ചെയ്തത് മോസ്റ്റ്ലി അപ്പർ ബോഡി വർക്കൗട്ട്സ് ആയിരുന്നു. അപ്പോൾ അപ്പർ ബോഡി റിലാക്സ് ചെയ്യാനുള്ള കുറേ സ്ട്രെച്ചസ് ആണ് ഞാൻ ഇന്ന് എൻ്റെ യോഗ റുട്ടീനിൽ
ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഞാൻ കുറച്ച് നേരം മെഡിറ്റേഷനും കൂടി ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ യോഗ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജിമ്മിന് പോണത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് യോഗയും ജിമ്മും ഒരു ബ്രദർ സിസ്റ്റർ പോലെയാണ്. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എതിർത്തിട്ട് യോഗ ചെയ്യണവരോട് ജിമ്മ് ചെയ്യരുത്, ജിമ്മ് ചെയ്യണവരോട് യോഗ ചെയ്യരുത്, ആ ഒരു കോൺസെപ്റ്റിലേക്ക് വിശ്വാസമില്ല. കളർ ബൈ കളർ ചെങ്കാണ്. ഫസ്റ്റ് വുഡ് എന്നിട്ട് ബ്രിക്സ് എന്നിട്ട് മെറ്റൽ. ഈ റെഡ് കഴിഞ്ഞാൽ ഞാൻ ബ്ലൂ ചെയ്യും. ഓക്കെ, ശിവ ഇത് സെറ്റാക്കി മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് അമ്മയ്ക്ക് ശിവനും കളിക്കാം. ഓക്കെ ഓക്കെ യെസ്. സോ ഞാൻ അതേ ഉടുപ്പൊക്കെ മാറി. ഈ മിറർ ഒരു അൺഎക്സ്പെക്റ്റഡ് സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഇതല്ല കേട്ടോ. ഞാനൊരു ചെറിയ റീഓർഗ് നടത്തുന്നുണ്ടായിരുന്നു വീട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇതിവിടെ എത്തിയതാണ്. ഇതിൻ്റെ യഥാസ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും അതിനൊന്നുള്ള എനർജി എനിക്കില്ല. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ്. ഇതാണ് നമ്മുടെ ചീറ്റ് മീൽ. ചോലി, നാൻ ആൻഡ് നമ്മുടെ ബ്രൗണി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൊടിയാണ് കേട്ടോ. അത് നാട്ടിൽ കിട്ടണ ഇതൊക്കെ ഉണ്ടോ, നാട്ടിലല്ല സോറി എൻ്റെ നാട് പറഞ്ഞ ഗുജറാത്തിൽ കിട്ടണ ജിംറി എന്നാണ് അതിൻ്റെ പേര്, കാണണ്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഡ്രിങ്കിൻ്റെ മീത് മോര് വെള്ളം ബേസിക്കലി അതിലൊഴിച്ച് കഴിക്കും. തരത്തോടായിടും. രാവിലെ തുടങ്ങിയ ഓട്ടാണ്. ഇനി ഇതേ ലഞ്ച് ടൈം എത്തി. ഇനി കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തിൽ ലഞ്ച് കഴിക്കട്ടെ. ശിവ് നില മുതൽ ബ്രെഡ് കഴിക്കൽ തുടങ്ങിയത്. സാൻഡ്വിച്ച് ഇൻ പല ഫോംസ്. അവന് അധികം ഇഷ്ടം ബ്രെഡും സാൻഡ്വിച്ചും അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. എനിക്കും ചോറ് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനും. പിന്നെ ദിബി ബോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിബി ബോയ് ഈസ് നോട്ട് സ്പെസിഫിക് അബൌട്ട് എനിത്തിങ് അറ്റ് ഓൾ. ഹി ഈസ് സച്ച് എ ഫ്ലെക്സിബിൾ സ്വീറ്റ് ഹാർട്ട്. ഹി ലവ്സ് ടു ഈറ്റ് എനിത്തിങ്. ഏറ്റവും അധികം റിജിഡായ ഒരു ഫുഡിൽ അത് ഞാനാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര സ്പെസിഫിക് ആഗ്രഹങ്ങളും ഡിസയർത്തും അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇരുന്നിട്ട് സീരീസൊക്കെ കാണുകയാണ്. എന്നിട്ട് അമ്മുവിനെ വെയിറ്റ് ചെയ്യണം. അമ്മു നമ്മളെ പിക്ക് ചെയ്യാൻ വരും. ആദ്യത്തെ പ്ലാൻ അമ്മു മച്ചും കിഡ്സും ഇവിടെ വരെയായിരുന്നല്ലോ. പിന്നെ ആ പ്ലാൻ മാറി. കാരണം അമ്മു ജിം ട്രെയിനർ ആവാനുള്ള ട്രെയിനിങ്ങിലാണ്. അപ്പോൾ അവൾക്ക് എക്സാം വരുന്നുണ്ട്, കുറേ പഠിക്കാണ്ട്. അപ്പോൾ അവൾക്ക് വീട്ടിലിരുന്ന കുറച്ചും കൂടി സൗകര്യത്തിൽ പഠിക്കാമല്ലോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. കിഡ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, അമ്മുകൾ പഠിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. കൊമാളി ചെക്കൻ ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കോപ്രൈംസ് കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു പുതിയ സീരീസ് ഉണ്ടല്ലോ, ന്യൂലി റിച്ച് ന്യൂലി പുവർ, അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഡ്രമാറ്റിക് സംഭവം, വലിയ കാര്യമൊന്നുമില്ല, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ റുട്ടീൻ അമ്മമ്മ കോളായിരുന്നു കേട്ടോ. അമ്മ വിളിച്ചപ്പോൾ ഞാനും ശിവും ജങ്ക കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ കാണട്ടെ നിങ്ങൾ കളിക്കുമോ, ആരാണ് ജയിക്കണമെന്ന്. അമ്മമ്മ ശരിക്കും ശിവൻ്റെ ടീം ആയിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ശരിക്കും. ജങ്ക് ശരിക്കും നല്ല എക്സൈറ്റിംഗ് ഒരു ഗെയിമല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഫോക്കസാണ്, പിന്നെ കുറേയൊക്കെ ഭാഗ്യമാണ്. ആ വീഴാനായിട്ട് ഇനി ഒന്നും വലിക്കാനില്ലാത്തൊരവസ്ഥ എത്തുമ്പോഴേ പിന്നെ ആ ഒരു അവസ്ഥ എത്തിയത് ഇതവണ ശിവനായിരുന്നു. ബൂം, തകർന്നിരിക്കുന്നു മക്കളെ. എന്തായാലും ഞാൻ ജയിച്ചു. ശിവബി മനോഹരമായിട്ട് തോറ്റിരിക്കുന്നു ഇവിടെ. നമ്മുടെ ജങ്ക ഗെയിമൊക്കെ കഴിഞ്ഞ സമയത്തേക്കും നമ്മുടെ അമ്മുകൾ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഹോൾ ഡേ ട്രെയിനിങ് കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടൊക്കെ വരുന്നത് കേട്ടോ. ഐ കാൺട്ട് ഇമാജിൻ, മൈ ഗോഡ്. എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ യോഗ ട്രെയിനിങ് ഡേയ്സാണ് ഓർമ്മ വരുന്നത്. ഹോൾ ഡേ സാറ്റർഡേ സൺഡേ ചില ദിവസം മോർണിംഗ് ടു ഈവനിങ് വരെ ക്ലാസ്സസ് ആയിരുന്നു. ഞാൻ എൻ്റെ യോഗ ട്രെയിനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർ ഓരോരോ സ്വപ്നങ്ങൾ ചേസ് ചെയ്യണത്, ഇറസ്പെക്റ്റീവ് ഓഫ് all the hurdles they have. Ammu is one such person. She is really inspiring many. I'm super sure about it. നമ്മൾ വീട്ടിലെത്തി, കിഡ്സ് ആസ് യൂഷ്വൽ സൂപ്പർ ഹാപ്പിയാണ്. ഞങ്ങൾ കള്ളനും പോലീസും കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തൊക്കെ ആരൊക്കെ ഉണ്ടാവുക? മന്ദിരി. ഓക്കെ, ആരൊക്കെ ഉണ്ടാവും മാമി? എനിക്കറിയില്ല. പിന്നെ കിങ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. പറ മന്ത്രി, രാജാവ്, കള്ളന്, പിന്നെ പോലീസ്, മിനിസ്റ്റർ. എത്ര പോയിന്റ്സ് ഇട്ട്? അങ്ങനെയല്ല റോൾ ചെയ്യണേ, അങ്ങനെയല്ല. ഗുഡ് ജാബ്. കിങ്ങിന് 4000. മേവൻ എടുക്കണോ? ഞങ്ങളേ പോലീസും കള്ളനും കളിക്കാണ്. പക്ഷെ നമുക്കിപ്പോൾ ബ്രേക്ക് ടൈം ആണ് അല്ലേ. നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ അല്ലേ ആമിഷം? ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ്. കം. പുറത്ത് നല്ല വെളിച്ചുണ്ടെങ്കിലും നല്ല രാത്രി ഇരിക്കുന്നു ഗൈസ്. നമ്മളൊരു ഏർലി ഡിന്നർ ചെയ്തു കേട്ടോ. പീസ ഒക്കെ കഴിച്ചിരിക്കും. നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ഒരു റിലാക്സ്ഡ് ആംബിയൻസ്. അതുകൊണ്ട് കുക്കിംഗ് ഒന്നുമില്ല, ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് കിഡ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു, കളിച്ചു, കുറേ വർത്താനം പറഞ്ഞു.
പടക്കം പൊട്ടിക്കാൻ വെച്ചോ. ഞാൻ പടക്കം പൊട്ടി ശിവനെ ഷൂട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ ആ ഗണ്ണിന്റെ ശബ്ദമാണ് കേട്ടോ. ഗൺ ഷോട്ട്. ശിവ് ഗൺ ഷോട്ട്. 2, 3. ഓ അടിപൊളി സാധിക്കും. എനിക്ക് ഒരു പ്രാവശ്യം ചെയ്താണ്. ഡാനിയാണോ ശിവാണോ കള്ളൻ? ആരാണോ കള്ളൻ? പൊളിയായിട്ടല്ലോ എല്ലാവരും കണ്ണ്. ഓക്കെ, ലെറ്റ്സ് ഡു എ ഗൺ ഡാൻസ്. സോ ഗായ്സ്, ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ചൗ ചൗ ഫ്രം ടിയാമോ.